രണ്ടാം പാട്ട് ബാഹുബലി പോലെ ഒരു സസ്പെൻസ് ആക്കി വെച്ചിട്ടുണ്ട്. കൊടുത്ത പൈസ മുതലായിട്ടുണ്ട്. അത് പറയാം നമുക്ക് തീർച്ചയായും. ഡബിങ് ഉണ്ടായിരുന്നെങ്കിൽ തമിഴ് ഞാൻ പ്രിഫർ ചെയ്യും. കാരണം മുന്നേട്ടാ അതിലെ ചുട്ടുമല്ലി പാട്ട് മാത്രം കണ്ടു മിച്ചം. സ്റ്റോറിയും കുഴപ്പമില്ല, നല്ല പടമായിട്ടാണ്. നമസ്കാരം. ജൂനിയർ NTR നായകനാകുന്ന ദേവര എന്ന തെലുങ്ക് ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. സെയ്ഫ് അലി ഖാനാണ് ചിത്രത്തിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. മലയാളത്തിൽ നിന്ന് നമ്മുടെ ഷൈൻ ടോം ചാക്കായും ഒരു ചെറിയ വേഷത്തിലുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ റെസ്പോൺസ് നമുക്കൊന്ന് കണ്ടറിഞ്ഞിട്ടുണ്ട്. മുന്നേട്ടാ അതിലെ ചുട്ടുമല്ലി പാട്ട് മാത്രം കണ്ടു മിച്ചം. കുഴപ്പമില്ല, പാട്ട് മാത്രം ഉണ്ട് കൊള്ളാവുന്നത്, ബാക്കിയെല്ലാം വെറുതെ. വലിയ റോളൊന്നുമില്ല പുള്ളിക്കൊന്നും. കുറച്ചൊരു 15 മിനിറ്റ് നെഗറ്റീവ്സിന് ആ പൈസക്ക് ആ പാട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ തെലുങ്ക് സിനിമയിലെ പോലെ കുറച്ച് ഓവർ ഇതായിട്ട് അടിച്ചാ പറന്നങ്ങ് പോവുക, തിരിച്ചു വരിക. അത് പെട്ടെന്ന് തീർന്ന പോലെ 3/4 മണിക്കൂർ കണ്ടു. ഹിന്റ് അതൊരു വല്ലാത്ത സസ്പെൻസ് പോലെ കൊണ്ട് നിർത്തിയേക്കുക. അടിപൊളിയായിരുന്നു. നല്ല ബീജിയമായിരുന്നു. കിടിലമായിട്ട് നല്ല സ്റ്റോറിയും കുഴപ്പമില്ല, നല്ല പടമായിട്ടാണ്. കിടിലമാണ് പുള്ളിക്കാരൻ. നല്ല റോളുണ്ട്, നല്ല റോളുണ്ട്. നെഗറ്റീവാണ്, പക്ഷെ കിടിലമാണ് പുള്ളിക്കാരൻ. ആ റോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാസാണ്, നല്ല അത്യാവശ്യം നല്ലതാണ്. പടം പൊളിച്ച് വേറെ ഇല്ല. കിടില അടിപൊളി. ജൂനിയർ പൊളിയല്ലേ, ആക്ഷനൊക്കെ അടിപൊളിയാണ്. കുഴപ്പമില്ലാതെ ഉള്ള കൊടുത്ത പൈസ മുതലായിട്ടുണ്ട്. അത് പറയാം നമുക്ക് തീർച്ചയായിട്ടും. കുഴപ്പമില്ല, ഉള്ള റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഒരു ഉള്ള കൊടുത്ത പൈസ മുതലായിട്ട് നമുക്ക് കുഴപ്പമില്ല. കൊള്ളാം, BGM എല്ലാം പൊളിയായിരുന്നല്ലോ. കൊടുത്ത പൈസ മുതലാകുന്നുണ്ട്. അടുത്ത ഇതിന് രണ്ടാം പാർട്ടിന് വേണ്ടിയുള്ള എന്തെങ്കിലും? രണ്ടാം പാട്ട് ബാഹുബലി പോലെ ഒരു സസ്പെൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കയെ കൊണ്ടെന്ന് പറയുന്നത് ഉണ്ട്. കല്യാണമൊന്നുമില്ല, ചെറിയ റോളുണ്ട്. സെയ്ഫ് അലി ഖാനൊക്കെ ഉണ്ട്. കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ്. ടിപ്പിക്കൽ തെലുങ്ക് പടം തന്നെ. അത് തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാ പോകുന്നതെന്നുള്ളത്. ഏകദേശം തെലുങ്ക് പടം കാണുന്നവർക്ക് മനസ്സിലാവും. അൻപതിൻ്റെ ബീജം കണ്ടാണ് നമുക്ക് കുറച്ച് കഥയായിട്ട് എന്തെങ്കിലും പുതുമ വ്യത്യാസം നമുക്ക് ആ ട്രെയിലറിൽ കാണുന്നതൊക്കെ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ. ക്ലൈമാക്സിൽ ഒരു സംഭവം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള സെക്കൻഡ് പാർട്ട് ബിൽഡ് ചെയ്തെടുക്കാന്നുള്ളതേ ഉള്ളൂ. എടുക്കുകയാണെങ്കിൽ കൊള്ളാം. അടുത്ത പാർട്ട് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ? സെക്കൻഡ് പാർട്ടിലോട്ടുള്ളത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഉണ്ട്. അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. തെലുങ്കിൽ ഒരു 500 കോടി അടിക്കുമോ? മലയാളം ഡബ് അത്ര പോരാ. അതാണ് നമുക്ക് അത്ര നമ്മളെ തെലുങ്കും തമിഴും പാട്ടുകളൊക്കെ കേട്ടോണ്ടോ തെലുങ്കിൽ കയറും. അതാ മലയാളത്തിൽ ഭയങ്കര പോരായ്മ. നമുക്ക് ഡബ് ഭയങ്കര മോശമായിരുന്നു. വേറെ ഒന്നുമില്ല, ഡബ്ബാണ് വിഷയം. ഡബിങ് ഉണ്ടായിരുന്നെങ്കിൽ തമിഴ് ഞാൻ പ്രിഫർ ചെയ്യും. കാരണം തമിഴ് കണ്ടാൽ